നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട ജില്ലാ കമ്മിറ്റിയുടെ അവലോകന യോഗത്തിൽ വൻ പൊട്ടിത്തെറിയാണ് ഉണ്ടായിരുന്നത്. സംസ്ഥാന നേതൃത്വത്തിനടക്കം രൂക്ഷമായ വിമർശനങ്ങളാണ് കമ്മിറ്റിയിൽ നിന്നും ഉയർന്നു വന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് അയ്യപ്പ സംഗമം നടത്തിയത് ഒരു ധൂർത്തായിരുന്നു, ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും പാർട്ടിക്കുണ്ടായില്ല. സ്വർണ്ണക്കൊള്ള മറച്ചു പിടിക്കുവാൻ വേണ്ടിയിട്ട് സർക്കാർ നടത്തിയ എല്ലാ കാര്യങ്ങളും പരാജയത്തിൽ ആകുകയാണ് ചെയ്തത്. പാർട്ടിയുടെ നേതൃത്വത്തിൽ അടക്കം ഇതിന് വലിയ പങ്കുണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അടക്കം വലിയ വിമർശനങ്ങൾ ഉണ്ടായി. ജില്ലാ നേതൃത്വത്തിന് അകത്തുനിന്ന്, ജില്ലാ കമ്മിറ്റിക്ക് ഉള്ളിൽ നിന്നും. അതായത് CPMന്റെ അടിത്തറ ഇളകുന്നു തിരുവനന്തപുരത്ത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. ശിവൻകുട്ടിക്കും VK പ്രശാന്തിനും കടകംപള്ളിക്കും രൂക്ഷമായ വിമർശനമാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഉണ്ടായത്. സ്വന്തം മണ്ഡലത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനാണ് മൂവരും ശ്രമിച്ചത്. എന്നാൽ മറ്റിടങ്ങളിലേക്കൊന്നും ഇവർ ശ്രദ്ധിച്ചില്ല. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ പിടിവാശികളാണ് സംസ്ഥാന നേതൃത്വം കാണിച്ചത്. അത് പരാജയത്തിലേക്ക് ഉള്ള ആക്കം കൂട്ടുകയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ സ്വന്തം വ്യക്തിപ്രഭാവം വലുതാക്കുവാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. അതോടുകൂടി പാർട്ടിയുടെ ഒരു പ്രഭാവം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ആദ്യ ദിനം തന്നെ ഗായത്രി ബാബു ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുകയുണ്ടായി. അതൊട്ട് ഇങ്ങോട്ട് CPMന് കനത്ത ക്ഷീണമാണ് തിരുവനന്തപുരത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. ഗായത്രി ബാബു പങ്കുവച്ച പോസ്റ്റ് പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ആക്കിയെങ്കിലും അതിൻ്റെ ഉള്ളടക്കം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. ആര്യ രാജേന്ദ്രന് തൻ്റെ മുകൾ തട്ടിലുള്ളവരോട് വലിയ വിനയവും അനുകമ്പയും ഒക്കെയാണെങ്കിലും തൻ്റെ കീഴ്ത്തട്ടിലുള്ളവരോട് വലിയ രീതിയിലുള്ള അഹംഭാവമായിരുന്നു ആര്യ രാജേന്ദ്രൻ കാണിച്ചിരുന്നത്. വലിയ അഹങ്കാരമായിരുന്നു കാണിച്ചിരുന്നത്. യദുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെ വലിയ ചർച്ചയാണ് തിരുവനന്തപുരത്തെ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായത്. എന്തായാലും CPMന് ഏറ്റ കനത്ത ക്ഷീണം അവർ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് എത്ര തന്നെ ശ്രമം നടത്തിയിട്ടും സാധിക്കാത്ത ഒരു അവസ്ഥയാണ് തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്നത്. അടുത്ത 2.5 മാസത്തിന് ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരും. ഇതിൽ എന്ത് തരത്തിലുള്ള മറിമായമാണ് ഇനി ഇടതുപക്ഷം കാണിക്കാൻ പോകുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഉയരുന്നത്. അതായത് ഈ 2 മാസത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ രീതിയിലുള്ള ചർച്ചകളാണ് സമൂഹത്തിൽ ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും പരാജയപ്പെടുന്ന എന്നതിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് CPMന്റെ ജില്ലാ നേതൃത്വം പറയുന്നത്. അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പിച്ചായിരുന്നു CPM ഇറങ്ങിയത്. എന്നാൽ വലിയ തിരിച്ചടിയാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CPMന് ഉണ്ടായിരിക്കുന്നത്, ഇടതുപക്ഷത്തിന് ഉണ്ടായിരിക്കുന്നത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ദക്ഷിണ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ പത്മകുമാർ അറസ്റ്റിലായതോടുകൂടി വലിയ പ്രതിരോധമാണ് ഇടതുപക്ഷത്തിനുണ്ടായത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പത്മകുമാർ കടകംപള്ളി സുരേന്ദ്രൻ്റെ പേര് പറഞ്ഞു എന്നാണ്. കടകംപള്ളി സുരേന്ദ്രൻ്റെ പേര് പറഞ്ഞു എങ്കിൽ അടുത്ത ആഴ്ചകളിൽ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ നേരെ അന്വേഷണം ഉണ്ടാകുകയും ഇത് പിന്നീട് എത്തി നിൽക്കാൻ പോകുന്നത് ഉന്നതങ്ങളിലായിരിക്കും, സംസ്ഥാന നേതൃത്വത്തിലേക്കായിരിക്കും, ഭരണ നേതൃത്വത്തിലേക്കായിരിക്കും എന്നൊക്കെയുള്ള ആശങ്കകളാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിനെ വേട്ടയാടുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.